ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മളൊരു വ്ലോഗ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുന്നതാണ്. ഞാൻ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. വീഡിയോ ഒന്നും എടുത്തിട്ട് പോലുമില്ല ഞാൻ. അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നാളെ ആയിരിക്കും മിക്കവാറും പെരുന്നാൾ. അപ്പം ഇന്നൊരു പെരുന്നാരാവ് വ്ളോഗ് എന്നുള്ള ഇതിലൊരു വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 8 ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റത്. ഇപ്പോൾ ഒരു 9:30 മണിയായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഫ്രഷായി ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ എനിക്ക് നോമ്പില്ല. ഞാൻ ഈ പ്രാവശ്യം നോമ്പ് എടുത്തിട്ടില്ല. ബിക്കോസ് ഡീഹൈഡ്രേഷന് ഭയങ്കര സീനാണ്. ഭയങ്കര ചൂടാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഈ ഒരു പ്രഗ്നൻസി സമയത്ത് ഭയങ്കര സീൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ചായയൊക്കെ കുടിച്ച് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ വ്ളോഗ് എനിക്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു വലിയ ഐഡിയ ഒന്നുമില്ല. ബിക്കോസ് ഒരു റാൻഡമായിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടായ ഒരു സഡനായിട്ടുള്ളൊരു തീരുമാനമാണ് കേട്ടോ ഒരു വ്ളോഗ് എടുക്കുക എന്നുള്ളത്. IGB അസ്യൂം കിടന്നുറങ്ങുകയാണ്. അപ്പം പിന്നെ ആ ഗ്യാപ്പിന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. പിന്നെ ഈ കുറച്ച് ദിവസം എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പം ഇന്ന് എന്തോ ഒരു ആക്റ്റീവായിട്ടുള്ള പോലെ ഫീൽ ചെയ്തപ്പോൾ പിന്നെ ഞാൻ അത് വെറുതെ കൊണ്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ കലാപരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്നൊന്ന് കുറച്ച് സെൽഫ് കെയർ ചെയ്യണം. നാളെ മിക്കവാറും പെരുന്നാളായിരിക്കും. ഇന്ന് പെരുന്നാളാവണം. നാളെ മിക്കവാറും പെരുന്നാളായിരിക്കും. ദുബൈയിലൊക്കെ ഇന്ന് പെരുന്നാളാണ്. അപ്പം മിക്കവാറും നാളെ ഇവിടെ പെരുന്നാളായിരിക്കും. പെരുന്നാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് പരിപാടികളൊക്കെ തീർക്കാനുണ്ട്. ഞാൻ ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. ഞാൻ ഇപ്രാവശ്യം പെരുന്നാൾക്ക് എന്തൊക്കെയോ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ തോന്നുന്നത് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ 10 ദിവസം മുമ്പ് ഒരു 10 ദിവസം ഞാൻ അബ്ബാസിൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇവിടെ വന്നിട്ടൊരു 3-4 ദിവസമായി. അപ്പോൾ ഈ ഒരു 15 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകാനുള്ളതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ അൽക്കുലത്തായി തന്നെ പറയാം. കാരണം വയ്യാണ്ടായി, ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുള്ളതുകൊണ്ട് അതൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഐസിൻ്റെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഞാൻ എത്നിക് വെയേഴ്സ് അങ്ങനെ ഒന്നും എടുക്കണ്ട എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ബിക്കോസ് പ്രഗ്നൻ്റ് ആണ്. എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല അതൊന്നും. അപ്പം ഞാനൊരു മാക്സി ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ എടുക്കാൻ വേണ്ടി പോയിട്ടാണെങ്കിലും ലെങ്ത്ത് കുറച്ച് നമുക്കിങ്ങനെ ബെല്ലി ബേബി ബമ്പൊക്കെ ഉള്ളതുകൊണ്ട് ലെങ്ത്ത് ഇങ്ങനെ കുറച്ച് കയറി നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നില്ല നല്ലത്. അപ്പം ഉമ്മ എന്തായാലും സ്റ്റിച്ച് ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാമെന്ന് ഓൾറെഡി പ്ലാനുണ്ട്. അതേപോലെ തന്നെയാണ് വന്നത്. അപ്പം തുണി വാങ്ങാൻ വേണ്ടി പോലും അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്, ഒരു സോളിഡ് മെറ്റീരിയൽ, പ്ലെയിൻ കളർ. അപ്പോൾ അതുകൊണ്ടൊരു മാക്സി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഡ്രസ്സ് ഓൾറെഡി കയ്യിലുണ്ട്. ജസ്റ്റ് ഒരു ഗിഫ്റ്റ് കിട്ടിയൊരു ഡ്രസ്സുണ്ട് സിസ്റ്റർ-ഇൻ-ലോ തന്നെ. അപ്പം അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് പോകാനോ അങ്ങനെ ഒന്നും കഴിയുമൊന്നുമില്ല എന്തായാലും. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പം സ്റ്റിച്ച് ചെയ്യുന്നതും ഇതുവരെ നടന്നിട്ടില്ല. നാളെ പെരുന്നാളാണെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് തന്നെ IGB ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം നമുക്ക് രാവിലെ എന്തായാലും സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് മെല്ലിനെ സ്റ്റിച്ച് ചെയ്യാമല്ലോ എന്നുള്ളതിൽ ഉമ്മനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഹെയർ വാഷ് ചെയ്യാം, കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. പിന്നെ റൂമൊന്ന് ജസ്റ്റ് സെറ്റാക്കണമെന്നുണ്ട്. 2-3 ദിവസം ഞാൻ വരുന്ന സമയത്ത് കുറച്ച് നീറ്റുണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷം വീണ്ടും അലമ്പായി. ഞാനും IGB ഒക്കെ പാട്ട് അലമ്പാക്കി. ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും അങ്ങോട്ടും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് വലിയ അലമ്പാക്കി. അപ്പോൾ അതുകൊണ്ട് റൂം ചെറുതായിട്ടൊന്ന് സെറ്റാക്കണം. പിന്നെ സ്കിൻ കെയർ ചെയ്യണം കുറച്ച് എന്തെങ്കിലുമൊക്കെ. ഞാൻ പ്രോപ്പറായിട്ട് ഇപ്പോൾ സ്കിൻ കെയർ ചെയ്തിട്ട് ആക്ച്വലി 2 ആഴ്ച ആയിട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വരുന്ന സമയത്തിൽ എൻ്റെ ഫേസ് പറഞ്ഞാൽ ഒന്നാമത് ടയേർഡായിട്ടുള്ള വയ്യാണ്ടായിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഫേസും ഭയങ്കര ഡള്ളായിട്ട് ടാൻ അടിച്ചിട്ടുള്ള പോലത്തെ ഫേസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്നെ കാണുമ്പോൾ എന്തോ ഭയങ്കര ഇറിറ്റേഷന്, എനിക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര പാവം തോന്നിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു 2-3 ദിവസത്തിനടുക്ക് ഞാൻ ഒരു ടാൻ റിമൂവൽ ഫേസ് പാക്കും ഹോം റെമഡി DIY ഒക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഇപ്പം എനിക്ക് അതൊക്കെ ഒന്ന് റെഡിയായ പോലെ ഫീൽ ആയിട്ട്. അപ്പോൾ അതൊന്ന് ഫീൽ ആയപ്പോൾ തന്നെ
വീഡിയോ ഒക്കെ എടുക്കുക, മറ്റ് വീഡിയോ എടുക്കാനൊന്നും മൂഡില്ല. ലിപ്സ്റ്റിക്കിനൊക്കെ സ്വാച്ച് ചെയ്യാനൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം ബിക്കോസ് എൻ്റെ ഫേസ് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു മാതിരി. പിന്നെ നമ്മൾ കോൺഫിഡൻ്റ് അല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കണ്ടോ, പിന്നെ ഒരു നോട്ട് പാഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. ബിക്കോസ് എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര മറവിയാണ്. അപ്പം ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെ ഒക്കെ ഞാൻ ഓർത്ത് വെച്ചിട്ട് എഴുതി വെച്ചതാണ്. പിന്നെ ഇന്ന് മേ ബി പുറത്ത് ചിലപ്പോൾ എന്നെ കൊണ്ടുപോകുകയാണെങ്കിൽ 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ എനിക്ക് ഒട്ടും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ കൊണ്ടുപോകാൻ തന്നെ വാശി പിടിച്ചിട്ടും പിന്നെ ഒക്കെ ആയിട്ട് കൊണ്ടുപോയാലും ഞാൻ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കണമല്ലോ. പിന്നെ ഇല്ല, ഇന്ന് ജസ്റ്റ് അടുത്തുള്ള എവിടെ ഷോപ്പിലൊന്നും പോയിട്ട് എനിക്ക് 1-2 ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ട്. വേറെ എന്തൊക്കെയോ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ കാണാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഫാനോ കോഫിയൊക്കെ നന്നായിട്ട് വേർക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര ചൂട്. എന്നാലും ചൂട്. പിന്നെ നമ്മൾ വീട് ഷിഫ്റ്റായി, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഹൗസ് ഷിഫ്റ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കമ്പയർ ചെയ്തിട്ട് സൗണ്ടും ഈ ചൂടൊക്കെ കുറച്ച് വളരെ കുറവുണ്ട്. അപ്പോൾ അതെന്നെ ഭയങ്കര സമാധാനം. ഇവിടെ ഞാൻ മേലെ റൂമിൽ നമുക്കൊരു സ്റ്റുഡിയോ പോലെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്കിങ്ങനെ ഓരോ സീനുകളും കാര്യങ്ങളും. പിന്നെ ഇനി ഡെലിവറി എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഇനി നടപടിയാവില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പം അത്രയാണ്. അപ്പം ഇനി ഉമ്മനെ പോയി ഇതാക്കട്ടെ, സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക പരിപാടികളൊക്കെ കാണും. ഓക്കെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഐസ് ബേബി എഴുന്നേറ്റ് ഐസ് ബേബിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കട്ടിയുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടോ ആ ഗ്യാപ്പിന്. പിന്നെ ഞാൻ ഇതപ്പോൾ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കോഫി പൗഡർ കടലപ്പൊടി അതുപോലെ പാലും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ജസ്റ്റ് ഫോർ ടാൻ റിമൂവൽ. ഇത് അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും ഫേസ് പാക്ക് ഇടുമ്പോൾ പൈസയ്ക്ക് വേണം. ഇത് കോഫി പൗഡറൊക്കെ ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നത്. ഐസ് ബേബിക്ക് ഞാൻ അധികം ഓട്സ് വെച്ചിട്ടുള്ള ഓട്സും പാലും ചേർത്തിട്ടുള്ളതാണ് അധികം അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. ഫേസ് പാക്കൊക്കെ ഞാൻ വാഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റി ഇറങ്ങിയിട്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ടില്ല. ആക്സിഡൻ വീട്ടിൽ വന്ന് ഐസിൻ്റെ ഹെയർ പോയി കട്ട് ചെയ്യാനില്ല കേട്ടോ. പറ്റില്ല, ഐസി ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. ഹെയർ കട്ട് ചെയ്യണ്ടേ? മുട്ടായി വാങ്ങാനാ നീ വന്നത് കൂടെ? സൂപ്പർ ആകണ്ട നമുക്ക്. ഹലോ ഗൈസ്, പറ. ഹെയർ കട്ടിങ്ങിന് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടോക്കൺ എടുത്തിട്ട് വരികയാണ് ചെയ്തത്. ടൈം നമുക്ക് ഈവനിങ് നോമ്പ് മുറിച്ചതിന് ശേഷമുള്ള ടൈമാട്ടോ കിട്ടിയത്. പിന്നെ നേരെ അസിക്ക് പോയി ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ നോമ്പ് മുറിച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും ഇറങ്ങുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അതിൻ്റെ പിന്നെ അസിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇത് നമ്മൾ നോമ്പൊക്കെ മുറിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 7 മണി 7:30 ഒക്കെ ആയപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് 147 ടോക്കൺ നമ്പർ കിട്ടിയത്. നമ്മളെത്തുമ്പോൾ ഒരു 150 ആയിട്ടുണ്ട്. അങ്ങനെ നേരെ പോയി ഐസിൻ്റെ ഹെയർ കട്ടിങ് പരിപാടിയാണ്. അപ്പം ഏത് സ്റ്റൈലിൽ കട്ട് ചെയ്യണമെന്നത് കുറേ കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ജസ്റ്റ് എക്സ്ട്രാ ഉള്ള കുറച്ച് ഹെയർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക എന്നുള്ളൊരു പ്ലാനിലാക്കി കുറച്ച് ഹെയർ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ഷോപ്പ് വന്നതിന് ശേഷം ഐസിൻ്റെ ഹെയർ ഇവിടെ നിന്ന് തന്നെ കേട്ടോ കട്ട് ചെയ്യാറ്. അഥവാ എടുത്തു ഹെയർ കട്ട് ചെയ്ത് വരാം. ഹെയർ കട്ടായി. കാണിച്ചു കൊടുക്ക്. സൂപ്പർ ഉണ്ടായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പരിപാടിയില്ല. പക്ഷെ അനിയൻ്റെ ഒരു പാൻറ്റും വെച്ച് അവന് ചേഞ്ച് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. ഞങ്ങൾ അവിടുത്തെ ബ്രിഡ്ജാണ് ഗേസ്, ഫുൾ ലൈറ്റൊക്കെ വെച്ചിട്ട് ഓണായിട്ടുള്ള ബ്രിഡ്ജാണ്. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിലേക്ക് എത്തുമ്പോഴേക്കും അവനും അവിടെ എത്തി. അവിടെ പോയിട്ട്
ഈ ചേഞ്ചിങ് പരിപാടി കാര്യങ്ങളാട്ടോ. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് റെഡി ആക്കിട്ടോ. ഐസ് ബേബി ഇങ്ങനെ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നല്ല ഉപ്പിലിട്ട മുളകൊക്കെ തേച്ച് കണ്ടപ്പോൾ അത് വാങ്ങി കേട്ടോ. പിന്നെ ഈ ഒരു മാങ്ങൻ്റെ മസാല ഭയങ്കര എരിവായിരുന്നു കേട്ടോ. ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടപ്പം കൊതിയോട് കൂടിയിട്ട് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. പക്ഷെ നല്ല എരിവായിരുന്നു. ഒരു പീസ് ഐസ് ബേബി കടിച്ചിട്ടുണ്ടെന്ന് ഐസ് ബേബിക്ക് നല്ല എരിവുണ്ട് കേട്ടോ. അപ്പം ഞാൻ എനിക്ക് എരിയുന്ന കണ്ടിട്ട് ഐഡിയ എന്ന് പറഞ്ഞിട്ട് വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ട് ഐസ് ബേബി എനിക്കും തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അവനും കുടിച്ച് എരിവൊക്കെ പോയി ഇപ്പോൾ സൂപ്പറായില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റാണ് സോഡ സർബത്ത്. അതും വാങ്ങി തന്നെ ഞങ്ങൾ അതും കുടിച്ചു കേട്ടോ. പിന്നെ വരുമ്പോഴേ ഐസ് ബേബി ഐസ്ക്രീമോ അല്ലെങ്കിൽ ഐസോ കാണുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ 2 മാംഗോ ബാർ ഞങ്ങൾക്ക് വാങ്ങി തന്ന് ഞങ്ങൾ 2 മാംഗോ ബാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും എന്തെങ്കിലും 2 ഒരുപോലെ എനിക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഐസ് അത് എപ്പോഴും എക്സ്ചേഞ്ച് ആക്കും. ഐസിൻ്റെ ഒന്ന് ജസ്റ്റ് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അത് എക്സ്ചേഞ്ച് ചെയ്യും കേട്ടോ. ഇതെൻ്റെ ഇത് മമ്മൻ്റെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ എൻ്റെ മെറ്റീരിയലിൻ്റെ ചെറിയൊരു പീസും കൂടെ വാങ്ങേണ്ടിരുന്നു. ഇങ്ങനെ പരാതിൽ പോയി പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ചെയ്യാണ്ടിരുന്നു. നേരെ വീട്ടിലൊക്കെ പോയി പിന്നെ കുറച്ച് നേരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വയ്യാണ്ടാവുമല്ലോ എന്ന് മേടിച്ചിട്ട് വേഗം തന്നെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം നല്ലൊരു ചായ വീട്ടിൽ നിന്ന് കുടിച്ച് പിന്നെ കടി ഉണ്ടായിരുന്നു നോമ്പ് മുറിക്കുമ്പോൾ ഉണ്ടാക്കിയ സമൂസ റോള് ഒക്കെ. അപ്പം അതൊക്കെ കഴിച്ചു, ചായയും കുടിച്ചിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം കുളി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ചായ കുടി പരിപാടികൾ കഴിഞ്ഞിട്ട് ഞാൻ നേരെ തന്നെ തലയിൽ എണ്ണ ഇട്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല മോർണിംഗ് ഹെയർ വാഷ് ചെയ്തിട്ട് അത് ഡ്രൈ ആവുന്ന കുറച്ച് റിസ്ക്കാണ്. അപ്പം നൈറ്റിന് ഞാൻ ഹെയർ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യും. എന്നിട്ട് മോർണിംഗ് ജസ്റ്റ് മേല് കഴുകുകയുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം എണ്ണയൊക്കെ പിടിപ്പിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ സവാള വെളുത്തുള്ളി ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ ഒരിയാം. ആ ഗ്യാപ്പിൽ തലയിൽ എണ്ണ പിടിക്കാനുള്ള ഒരു ടൈമും ആവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം എണ്ണ ഇടുന്നത്. ഞാൻ വരുമ്പോഴേക്കും ഉമ്മ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തോലൊളിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീഫ് വേവിച്ച് വെക്കാണ് മോർണിംഗിലേക്കുള്ളത്. അപ്പം എണ്ണയൊക്കെ തേച്ച് കുറച്ച് സമയമായി. അപ്പം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് നല്ല ടയേർഡാവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട, മെഹന്തി ആയിട്ട് അതുപോലെ ഞാൻ ഇട്ടിട്ടില്ല. മോർണിംഗ് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ കുളിയും ബസ്സൊക്കെ ഞാൻ നേരെ പോയി കിടന്നുറങ്ങി. മോർണിംഗ് നേരത്തെ എണീക്കണം. അപ്പം അത്രേ ഉള്ളൂ. ബൈ.